എല്ലാ മനുഷ്യന്മാരോടും സ്നേഹം കാണിക്കണം. അതാരായാലും നമ്മളോട് എത്ര ഒരു കാലത്ത് ദേഷ്യം വെച്ച ആളായാലും അവർക്കെല്ലാം മാപ്പ് നൽകണം എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചത്. ഈ ബോധം നമ്മളിലേക്ക് ഇങ്ങനെ മനുഷ്യത്വമായിട്ട് കടന്നു വരണം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ വ്യഭിചാരാരോപണം കൊണ്ടുവന്ന ആളാണ് മദീനയിലെ മുനാഫിഖുകളുടെ നേതാവായ അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ. തീർന്നില്ല അയാളുടെ ക്രൂരത. നബി തങ്ങളുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താൻ അയാൾ ശ്രമിച്ചു. നബി തങ്ങളുടെ വാഹനത്തെ കളിയാക്കി. അൻസ്വാറുകളെയും മുഹാജിറുകളെയും തമ്മിൽ തല്ലിക്കാൻ പലവിധ കുതന്ത്ര ശ്രമങ്ങളും അയാൾ നടത്തി. മദീനയിലേക്ക് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ നിന്ന് പുറത്താക്കാൻ അൻസ്വാറുകളോട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അയാൾ ചെയ്യാത്ത ക്രൂരതകളില്ല. അയാളെപ്പോലെ ക്രൂരത നബി തങ്ങൾക്ക് മദീനയിൽ അനുഭവിക്കേണ്ടി വന്ന വേറൊരാളുമില്ല. അയാൾ മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി എണീറ്റ് നിൽക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ടിട്ട് പറഞ്ഞു, ഖദ് നഹാഖല്ലാഹു റബ്ബുക്, റബ്ബായ അല്ലാഹു തങ്ങളോട് പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? മുനാഫിക്കീങ്ങൾക്ക് ഇസ്തഗ്ഫർത ലഹും ഔ ലം തസ്തഗ്ഫിർ, എത്ര പൊറുക്കലിനെ തേടിയാലും 70 തവണ പൊറുക്കലിനെ തേടിയാലും അവർക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ലേ നബിയെ? അത് 70 തവണ പൊറുക്കലിനെ തേടിയാലും പൊറുക്കൂല എന്നാണ് പറഞ്ഞത്. ഒരു 71 തവണ പൊറുക്കലിനെ തേടി നോക്കാം, അപ്പൊ രക്ഷപ്പെട്ടാലോ. ഇതാണ് നമ്മുടെ കരുണയുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്.